നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നത്തോലി മീൻ കറി. ഇന്ന് വേറൊരു കറിയില്ല കേട്ടോ. വെജിറ്റബിൾസ് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് തന്നില്ല. അതുകൊണ്ട് നത്തോലി മീൻ ഇന്നിവിടെ കൊണ്ടുവന്ന അങ്ങേരയിൽ നിന്ന് നത്തോലി മീൻ വാങ്ങിച്ച് കറി വെച്ചു. വേദയ്ക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദയ്ക്ക് എന്നും സ്കൂൾ കഴിഞ്ഞ് വരുമ്പം എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോകുക കേട്ടോ. അപ്പോൾ അതിൽ ബേക്കിംഗ് പൗഡർ വേണം. എല്ലാം എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്, പക്ഷേ ഇതിൽ എല്ലാം ഒരുപോലെ ഇരിക്കണം. ഏതാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതാണ് ബേക്കിംഗ് പൗഡർ. ഓക്കെ, ബേക്കിംഗ് പൗഡർ എടുക്കണമെങ്കിൽ എന്താണെന്ന് ഊഹിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞു വന്നത്, വേദ എന്നും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ എന്ന് പറയും. ഇന്നിപ്പോൾ എന്തോ എന്നോട് ഷേക്ക് എന്തോ ഉണ്ടാക്കി വെച്ചേക്കണേ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നിനും വയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കരുതി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാനൊരു കേക്ക് ട്രേ, ബ്രൗണി ട്രേ വാങ്ങി. അപ്പോൾ ഒന്ന് നമ്മുടെ സമീറ റെഡ്ഡിയുടെ വൈറലായ ബ്രൗണി, പനീർ ബ്രൗണി, ഹെൽത്തി പനീർ ബ്രൗണിയാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഒപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം. ചിലപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമല്ലോ. ഒരു പക്ഷേ നിങ്ങൾ സമീറ റെഡ്ഡിയുടെ ആ ഒരു വൈറൽ പനീർ ഹെൽത്തി കുഴപ്പമില്ല ഹെൽത്തി ബ്രൗണി കണ്ടില്ല എങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. ആദ്യം 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇതാക്കാം. ആക്ച്വലി സമീറ റെഡ്ഡിയുടെ ആ വീഡിയോയിൽ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ChatGPT ചോദിച്ചു എങ്ങനെയാണ് ഹെൽത്തി പനീർ ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴേക്കും ഉണ്ടല്ലോ കറക്റ്റ് ഈ ഒരു റെസിപ്പി തന്നെ വന്നേ. എന്നിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്നു, ദിസ് ഈസ് സമീറ റെഡ്ഡീസ് ഫേമസ് വൈറൽ എന്നൊക്കെ പറഞ്ഞിട്ട് പനീർ ബ്രൗണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റെസിപ്പിയാണിത് കേട്ടോ. വേറെ ആർക്കെങ്കിലും ഈ റെസിപ്പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 1 മുട്ടയെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആക്ച്വലി എൻ്റെ അവൻ ചീത്തയായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി മൈക്രോവേവ് ചെയ്തെടുക്കാമെന്ന് കരുതി, അല്ലാതെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതൊന്ന് ഹീറ്റ് ആകുമ്പോൾ അവൻ ചത്തു പോകുന്നു, പിന്നെ വക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി മൈക്രോവേവ് ചെയ്തെടുക്കാം. എന്താവുമെന്ന് അറിയില്ല. ആക്ച്വലി ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അവർ എല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സ് ചെയ്തത്. ഇത് ഞാൻ കരുതി ഒന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന്. എന്നിട്ട് നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴം കേട്ടോ. ഇത് 3 ഇടണം. ഇതെനിക്ക് തോന്നുന്നു 1 ഇട്ടാൽ മതിയാവും, അത്ര വലിപ്പമുള്ള റോബസ്റ്റ പഴം. പക്ഷെ അതിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ ഇരുന്ന പഴം കേട്ടോ, അത് ചെറിയ പഴം. അപ്പോൾ ഇത് ബാലൻസ് ആവും അല്ലേ. അപ്പോൾ നന്നായിട്ട്, ഇത് കുറച്ച് പഴുത്തത് കുറവാണ്, ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പഴുത്ത 3 റോബസ്റ്റ പഴം, 2 മുട്ട, പഴുത്ത 3 റോബസ്റ്റ പഴം. കർത്താവേ കാത്തോളണേ, നല്ല റിസൾട്ട് കിട്ടണേ. ഹെൽത്തി ആയിട്ട് ഡയറ്റൊക്കെ നോക്കുന്നവർക്കേ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് ബ്രൗണിയാണ് ഇത്. ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാവേ. നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം. അല്ലാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിതിട്ട് സ്മാഷൊക്കെ ഒന്ന് സ്മാഷ് ചെയ്യാമെന്ന് കരുതിയത്. അതിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ട് മീൻസ് പഴം 3 വേണം, മുട്ട 2 വേണമെന്നോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പനീറിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ChatGPT ചോദിച്ചപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പനീർ ഇതുപോലെ സ്മാഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. സമീറ റെഡ്ഡി മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അത് പിന്നെ 1 മിനിറ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ആയിരിക്കാം. നന്നായിട്ടല്ല, ഒന്ന് ഉടങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി പനീറും ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഞാൻ ഏട്ടനോട് സ്ക്വയർ പനീർ എടുത്തുകൊണ്ട് വാങ്ങിച്ച് വരാൻ പറഞ്ഞത്. ക്യൂബ് പനീർ വാങ്ങിച്ചിട്ട് വന്നു. കുഴപ്പമില്ല, ഏതായാലും മതി. 200 ഗ്രാം പനീർ. സമീറ റെഡ്ഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ChatGPT തന്ന അളവിൽ ചെയ്യാണ്. 200 ഗ്രാം പനീർ, 200 ഗ്രാം പനീറും ഇട്ടിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലുടയോ എന്ന് എനിക്കറിയില്ല, നമുക്ക് ഉടച്ചൊന്ന് നോക്കാം. ആയില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും തേനും കുറച്ച് കൊക്കോ പൗഡറും. തേൻ ഓപ്ഷണലാണ്, കുറച്ച് സ്വീറ്റ്നെസ്സൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ ബേക്കിംഗ് പൗഡറും
ബേക്കിംഗ് സോഡയും രണ്ടും വേറെ വേറെയാണേ, ഒന്നല്ല കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് പണ്ടൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഈ വസ്ത്രയും വീഡിയോ എടുപ്പുമൊക്കെ ആയതിനു ശേഷമാണ് അതൊക്കെ ഉണ്ടാക്കലില്ലാത്തത്. അപ്പോൾ എല്ലാ സാധനവും സ്റ്റോക്കുണ്ട് ഗൈസ്. അത് വെച്ച് നടക്കുന്നില്ല. ഞാൻ അവസാനം എൻ്റെ കൈ ഉപയോഗിക്കുകയാണ്. പക്ഷേ കയ്യിൽ പഴം നന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. കയ്യിലും അത് നടക്കില്ല കേട്ടോ. ഇത്രയും അത് പൊടിഞ്ഞ് വരില്ല, അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ നിൽക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നടിച്ചെടുക്കാവേ. ഇത് കുറേ സമയമായിട്ട് അടുപ്പത്തിരിക്കുകയാണ്. ആയിട്ടുണ്ടാവുമല്ലേ, മതി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഇനി ഇടേണ്ട സാധനങ്ങൾ കൂടി ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ. ഇവിടെ കൊക്കോ പൗഡറൊക്കെ എപ്പോഴും സ്റ്റോക്കാണ് കേട്ടോ. വേദയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ അവൾ തന്നെ ചെയ്യും, എടുത്ത് കളയും, അങ്ങനെയൊക്കെ ഉണ്ട്. പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോട്ട് ചോക്ലേറ്റൊക്കെ ഇതിൽ വേദ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് കൊക്കോ പൗഡർ ഇപ്പോഴും ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. 1 2 ഇട്ട് കഴിഞ്ഞു കേട്ടോ. സോറി, അതെടുക്കാൻ പറ്റിയില്ല വീഡിയോ. 3 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ. 3 ടേബിൾ സ്പൂൺ ഓഫ് ഹണി. പക്ഷേ ഹണി 3 ടേബിൾ സ്പൂൺ തികയുമെന്ന് അറിയില്ല. 1 2 3. തീർന്നു കേട്ടോ, തികഞ്ഞില്ല. കുഴപ്പമില്ല, മധുരം കൂടിയാലും പ്രശ്നമാണല്ലോ. ഷുഗർ കട്ടൊക്കെ ചെയ്യണമെങ്കിലേ. ഇത്ര ഇതിൽ ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കിതിനൊന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം, അല്ലാതെ പനീറൊന്നും മിക്സായി വരില്ല. മതിയാവുമായിരിക്കും അല്ലേ? മതി. തേമേ നല്ലതായിരിക്കണേ. ജസ്റ്റ് മധുരമൊക്കെ ഉണ്ടെന്ന് നോക്കാമേ. അത്ര മധുരമില്ല, എന്നാലും കുഴപ്പമില്ല, ഇത് മതി. നമ്മൾ മധുരത്തിന് വേണ്ടിയില്ലല്ലോ, ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതല്ലേ അല്ലേ, അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇനി ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, വൃത്തികേടായിട്ട് ഇടണം അല്ലേ. ഇതൊന്നും ഇനി വേണ്ട, ഇതിരിക്കട്ടെ. വേസ്റ്റ് ബിന്നിൽ കളഞ്ഞിട്ട് വരാവേ. വേസ്റ്റ് ബിന്നൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. എന്നല്ല അമ്മച്ചനൊക്കെ വന്നിട്ടേ പിന്നെ എവിടെയെങ്കിലും എന്താണ് ഇനി. ഇത് തീർന്നു. വേണമെങ്കിൽ വേദം നക്കിക്കോട്ടെ. കുറച്ച് ഗീ നമുക്ക് ട്രെയിൽ സ്പ്രെഡ് ചെയ്യാവേ. ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യാണ്. ആരാണ്ട് എന്നോട് ചോദിച്ചത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്കൊന്ന് ചെയ്യാവോ എന്ന്. ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യാം. പുതിയ ട്രേ ആണ്, ഇളകി വരുമില്ലെന്ന്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബാക്കി എല്ലാ ട്രേയും ഉണ്ട് കേട്ടോ, പല സൈസിനുള്ള ട്രേകളും. കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഈ ബ്രൗണി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഈ ഒരു സ്ക്വയർ ടൈപ്പ് സാധനം ബ്രൗണി ഉണ്ടാക്കുന്നില്ല, ഇങ്ങനത്തെ ഒരു ചെറിയ സാധനം ഇല്ല. അപ്പോൾ ഞങ്ങൾക്കത് എന്തായാലും വാങ്ങിച്ചേക്കാം. അപ്പം നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവേ. കൈ കൊണ്ടൊക്കെ ഇതിനുള്ളത് കംപ്ലീറ്റ് നമുക്കിതിലേക്ക് ഇങ്ങോട്ടാക്കി കൊടുക്കാം കേട്ടോ. ഒരു കേക്കിനുള്ളത് അതിലുണ്ടായിരുന്നു. വസ്ത്രയിൽ ആരോ വിളിക്കുന്നു. കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ സമീറ റെഡ്ഡിയുടെ ബാറ്റർ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കായിരുന്നു. എൻ്റെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കാം. എന്തോ പഴം കൂടി പോയോ എന്താണെന്ന് അറിയില്ല.
നമുക്കിനി കേക്കൊക്കെ ചെയ്യുമ്പം ടാപ്പ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനേ ഇത് മൈക്രോവേവാണ് ചെയ്യുന്നത്. നമ്മൾ ചില ഈ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, ഇപ്പോൾ മൈക്രോവേവ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ അവൻ ചീത്തായിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി. അത് ഹീറ്റ് ആകുമ്പം കട്ടായി പോകണം, പിന്നെ വർക്കാവില്ല. പിന്നെ തണുത്താലേ വീണ്ടും വർക്കാവും. ഞാൻ വിളിച്ചില്ല. ഒരു 3 മിനിറ്റ്സ് മൈക്രോവേവ് കൊടുത്തു നോക്കാവേ. അപ്പോഴേക്കും കിച്ചൺ ഒന്ന് ക്ലീനിങ് പരിപാടികളുണ്ട്. ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗായ്സ്, ഒരു അബദ്ധം പറ്റി ഗായ്സ്. ഇനി എടുത്താൽ മതിയാവുന്നുണ്ടോ? മതിയാവുമായിരിക്കും. ഒന്ന് ചൂടായി. ബേക്കിംഗ് പൗഡർ ഇട്ടില്ല. എന്ത് പറയാൻ, എല്ലായിടത്തും ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് തിരിച്ചെടുത്ത് വെച്ചപ്പോൾ പോലും അതിനെപ്പറ്റി ഓർമ്മിക്കണില്ല. ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇടണേ. ഇതിന് മിക്സ് ആവുമോ എന്നറിയില്ല. ചിലപ്പോഴേ ഇതിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സോഫ്റ്റായിട്ടൊന്നും വന്നില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് മിക്സി വേണ്ട, നമുക്കതിലിട്ടുന്നു. അകത്തൊക്കെ വെന്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. മൈക്രോവേവ് ആയതുകൊണ്ട് പെട്ടെന്നാവും. എന്തോന്നാവണമെന്തോ. ഒച്ചല്ല ഞാനും കഴിക്കും. ഏട്ടനെല്ലാം പുച്ഛമാണ്. ഏട്ടൻ ഇവിടെ കണ്ടോണ്ടെന്നല്ല ഇപ്പൊ ഓർമ്മിക്കാത്ത. അയ്യോ ബേക്കിംഗ് പൗഡർ ഇട്ടില്ല എന്ന് പറയാത്തുണ്ട്. വേറെ പരിപാടി ചെയ്യാം. മറ്റേ സാധനം ഇട്ട് മിക്സ് ചെയ്യാം. എവിടെയാണ് കയ്യിൽ വെള്ളം. മതി. ഇനി ആയില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. മതി ഗൈസ്. ഇനി ആയില്ലെങ്കിൽ വിരിയെ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ഇനി ട്രേ നിളവ് കൊണ്ടു ചിന്തൊക്കെ കാട്ടിക്കൂട്ടണുണ്ട്. ദേഷ്യം തീർക്കണം. ആവണല്ലോ. നേരത്തെ കൊടുത്തിരുന്നത്. ഓക്കെ, ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്നറിയോ? ഈ സ്പൂണ് ഞാൻ ടീസ്പൂൺ അളക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ്. അത് കഴുകാനെടുത്തപ്പോൾ അതിൽ അഴുക്കായിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായി, അയ്യോ ബേക്കിംഗ് സോഡ മാത്രമാണ് ആ സ്പൂണിൽ അളക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ. ഞാൻ 3 മിനിറ്റ് ആയി. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് കൂടെ കൊടുക്കാൻ തോന്നി. ഇങ്ങനെ 2 മിനിറ്റ് കൂടെ കൊടുത്തേക്കാം കേട്ടോ. മുകൾ ഭാഗം ഓക്കെ ആയി. ഇനി ഉള്ളിൽ വെന്തില്ലെങ്കിലോ എന്ന് കരുതി 3 മിനിറ്റ് കൊടുത്തു. നമുക്ക് 2 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്യാവേ. ടോട്ടൽ 5 മിനിറ്റ്സ്. മൈക്രോവേവിലാണ്. മറ്റതിലാണെങ്കിൽ ബേക്കിംഗ് പോലെ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട്. നല്ല പഴത്തിൻ്റെ മണം വരുന്നുണ്ടേ. ബ്രൗണീയുടെ മണമാണോ? ബ്രൗണീയുടെ വേറെ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ. ഉള്ളിലോട്ടായിട്ടില്ല. ഉള്ളിലോട്ട് വെന്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ബ്ലിബ്ലിബേ കിടപ്പുണ്ട്. 1 മിനിറ്റ് കൂടെ കൊടുക്കാം. ആയില്ല, മുകൾ ഭാഗം ആയുള്ളത്. അടിയിൽ കണ്ട വേവാതടങ്ങും. ഒരു 3 മിനിറ്റ് കൂടെ കൊടുക്കാം. ഒരു 10 മിനിറ്റ് ടോട്ടൽ കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ ആയിട്ടുണ്ടാവും. നേരത്തെ ഞാനൊന്ന് എടുത്ത് ഫോർക്കൊക്കെ വെച്ച് കുത്തി നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ വെന്ത പോലെ തോന്നി. ഞാൻ ഒന്നുകൂടെ വേവട്ടേന്ന് കരുതി ഒരു 3 മിനിറ്റ് കൂടെ വെച്ച കേട്ടോ. ടോട്ടൽ ഒരു 13 മിനിറ്റ്സ് എടുത്തു. ഇവിടെയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. എന്തായാലും ഇത് അവണിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേദ വന്ന ശേഷം നമുക്ക് എടുക്കാവേ.
കുളിയെല്ലാം കഴിഞ്ഞു, ജോലികളെല്ലാം കഴിഞ്ഞു. ദേ വന്നിരിക്കുകയാണ്. 12:30 മണിയാണ് സമയം. പിന്നെന്താണ്, ബ്രൗണി അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. ഞാൻ എടുത്തില്ല, വേദ വന്നിട്ട് എടുക്കാമെന്ന് കരുതി. ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. വേദ വരട്ടെ, വന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. മീൻസ് OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നല്ല സിനിമ, ട്വിസ്റ്റ് എന്നൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ആ സിനിമ കണ്ടേക്കാമെന്ന് കരുതി. വേദ വന്നിട്ടുണ്ടേ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. വേദയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. എത്ര? പോയി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ കൊണ്ടുവച്ചിട്ടൊരു സാധനം തരാം. വേദയ്ക്ക് ആൻസർ ഷീറ്റ് കിട്ടി, അതുകൊണ്ട് ഭയങ്കര മര്യാദ കുട്ടി. ടിഫിൻ ബോക്സ് സിങ്കിലിട്ടേരെ. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എങ്കിലും ഞാനൊന്ന് ജാടയ്ക്ക് ഇരുന്ന് ഭയങ്കര ഗൗരവത്തിൽ. വഴക്കം പറഞ്ഞില്ല, അടിയോ ഒന്നും കൊടുത്തില്ല. ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് ഇത്രയും ഡയലോഗ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഒരു വിഷമം. കേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. വന്നിട്ട് കേക്ക് കിട്ടിയ മാർക്കുണ്ട്. ഐ എം ഹാപ്പി. ഞാനൊരു സാധനം ഉണ്ടാക്കി, കണ്ടുപിടിക്കാമോ? അവൻ തുറ. കൊള്ളാമോ എന്ന് അറിഞ്ഞൂടാ. ആ പ്ലേറ്റ് ഇടും മുകളിൽ നിന്ന്. മധുരമൊക്കെ കുറവായിരിക്കും. തട്ട്. ബ്രൗണി എന്നും വിളിക്കാം, കേക്ക് എന്നും വിളിക്കാമേ. കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കിവേ. കട്ടേ. നല്ല നൈഫ് ഇട്. ഇതട്, ഇതിട്. കഴിച്ചു നോക്ക്. ഇലയപ്പോ? ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേദ ഇലയപ്പോ എന്നാണ് പറയണത്, നോക്കട്ടെ. എന്താടാ അങ്ങനെ? ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം. പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ടിരിക്കുന്നതാണ്. പിന്നെ മൈക്രോവേവ് ചെയ്തതിൻ്റെ ഒരിത് ഉണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. എനിക്ക് എപ്പോഴും മധുരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പം അതിനൊക്കെ പറ്റിയൊരു സാധനം. നൈസ് ടേസ്റ്റ്. പനീർ, പഴം, മുട്ട. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറയട്ടാ. നമ്മുടെ എലൈറ്റിൻ്റെ ബനാന പുഡിങ് കേക്ക് വാങ്ങൂലേ, അതിൻ്റെ ടേസ്റ്റില്ലേ? ശരി, ഇതുകൂടെ വേണ്ടേ, ഇഷ്ടപ്പെട്ടു. വേദ കട്ട് ചെയ്ത് വയ്ക്കും, ഞാൻ കംപ്ലീറ്റ് എടുക്കും. 2 പീസ് വേദ കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ കഴിച്ചു. പക്ഷെ കറക്റ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗണി ആയിട്ട് കിട്ടിയാൽ കൊള്ളാം അല്ലേ? അടിപൊളി എന്നല്ലോ. സിനിമ കണ്ടു, കൊള്ളത്തില്ല, അഴുക്ക സിനിമ. പറഞ്ഞ പോലെ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ കാരണം സിനിമ മനസ്സിലാവണ പോലുമില്ല. അങ്ങനെ പൂ പറിക്കാൻ പോകണം. രാവിലെ നിങ്ങൾ പൂ പറിച്ചിട്ട് എവിടെ കൊണ്ടുവച്ചിരുന്നത്? അച്ഛനും മോളും കൂടെ ഇവിടെ ഇരുന്ന്. ഉച്ചയ്ക്ക് ഞാനാണ് എടുത്തുകൊണ്ടെന്ന് അകത്ത് കൊണ്ടുവച്ചത്. ആരെങ്കിലും ആക്രക്കാരന്മാർ ഒന്നേ പാത്രം കൊണ്ടുപോയാൽ. ഇത് രാവിലെ പറിച്ച പൂവേ. എന്നെ ഇനി അങ്ങനെയൊക്കെ തോന്നും. ഇത് നാളെ പൂക്കണ മുട്ടാണ് കേട്ടോ. അപ്പം നാളെ വീട്ടിനകത്ത് പൂത്തിരിക്കും നല്ല മണത്തോടെ. നമ്മൾ ഇന്നലെ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. എല്ലാം കത്തിച്ച് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞ്. കത്തിച്ചതാര്? കളയണ പിന്നെ വലിയ ജോലി തന്നെ. അപ്പുറത്ത് കാട് പിടിച്ച് കിടക്കല്ലേ, അപ്പം ആ കത്തിച്ചതിൻ്റെ ചാരം അപ്പുറത്ത് കളഞ്ഞു. നിറയെ ഉണ്ടായിരുന്നു. ഫുൾ ഇന്നലെ നമ്മുടെ നിലയ്ക്കായിരുന്നു കത്തിച്ചത്. മെനിങ്ങാന്തതും അന്ന് തന്നെ നമ്മൾ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് ആ വേസ്റ്റ് എല്ലാം കൂടി ഇന്ന് രാവിലെയാണ് കൊണ്ട് കളഞ്ഞത്. മഴയായിരുന്നു, ഭയങ്കര മഴ, എല്ലാം നനഞ്ഞ്. പിന്നെ കുറേ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ചു. നിറയെ മുട്ടയിക്കണം കേട്ടോ. അകത്ത് കരിങ്ങിക്കണം കൂടെ പോയിരുന്നെങ്കിൽ. ഈ പൂ കണ്ടില്ലായിരുന്ന? വേദയ്ക്ക് തലവേദന എന്ന് പറഞ്ഞ് പാവം കിടന്ന് ഉറങ്ങണം കേട്ടോ. അതൊക്കെ കുറേ നാളായി തലവേദന വന്നിട്ട്. ഇന്നിപ്പോൾ വന്ന തലവേദന. എക്സാം മാർക്ക് കിട്ടിയതിൻ്റെതായിരിക്കും. ഞാൻ ഒന്നും പറഞ്ഞില്ല.
67 ഒക്കെ ഉണ്ട് കേട്ടോ, മാത്സിനൊക്കെ അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊരു വലിയ കാര്യമില്ല, നല്ല മാർക്കല്ലേ. ബാക്കിയൊക്കെ കെമിസ്ട്രിക്ക് എന്തോ 25-ന് 22.5, പിന്നെ ഏതോ ഒരു സബ്ജക്റ്റ് കൂടെ കിട്ടില്ല, അതിന് 70 ഉണ്ട്, 80 കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല മാർക്കല്ലേ. പിന്നെ നമ്മളൊന്ന് ഞാൻ പേടിപ്പിച്ച് നിർത്തി, എങ്കിലൊരു ചൂട് കാണുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂഷൻ മാമിന് ആൻസർ ഷീറ്റ് എടുത്ത് എല്ലാം അയച്ചു കൊടുത്തു. മാത്സിൻ്റെ ഫുൾ മറ്റേ സൈൻ ഇടേണ്ടടുത്ത് മൈനസ് പ്ലസ് ഒക്കെ ഇടേണ്ടടുത്ത് ആണ് ആൾ തെറ്റിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് പറ്റി വേദ, എന്തിനിങ്ങനെ ഇതൊക്കെ തെറ്റിച്ചു? എപ്പോഴും അങ്ങനെ തന്നെ വേദയ്ക്ക്. നാളത്തേക്ക് മണം കാണില്ല, 3 മുട്ടയ്ക്കിന് കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളത്, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ടാറ്റാ ബൈ.